മുഖ്യമന്ത്രിയുടെ മുഖത്ത് നവരസങ്ങൾ വിരിഞ്ഞു എന്നെല്ലാം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ വിരിഞ്ഞ നവരസങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളെ പരിഹസിച്ചുകൊണ്ടുകൂടിയുള്ളതാണ് എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ബോധ്യമാകാതെ പോയതെന്ത് എന്നൊരു ചോദ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ധാർഷ്ട്യത്തിൻ്റെ അംശം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. ആ മറുപടിയെ ചൊല്ലി കേരളത്തിലെ ഒരു ചാനൽ സ്റ്റുഡിയോയിലും അന്തിച്ചർച്ചയുണ്ടായില്ല. കേരളത്തിലെ ഒരു ദിനപത്രത്തിലും എഡിറ്റോറിയൽ ഉണ്ടായില്ല. എന്നാൽ ആ വിധേയത്വം ഒരടിമത്തത്തിലേക്ക് വഴിമാറരുത് എന്നതാണ് മാധ്യമങ്ങളോടുള്ള വിനീതമായ അഭ്യർത്ഥന. ശ്രീ വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയുംക്കാൾ കൂടുതൽ ആവേശം പ്രകടിപ്പിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചു വാങ്ങിയ മുഖ്യമന്ത്രിയാണ് സതീശൻ എന്ന നിലയിലുള്ള പ്രചാരവേലകൾ തന്നെ കേരളത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. കേരളത്തിലെ ജനങ്ങൾ എന്നല്ല, ശ്രീ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും സണ്ണി ജോസഫും ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് MLA-മാരിൽ മഹാഭൂരിപക്ഷം ആളുകളും സതീശനെ ആഗ്രഹിച്ചിരുന്നില്ല എന്ന യാഥാർത്ഥ്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ നിലയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ആസൂത്രിതമായൊരു പ്രചാരവേല കേരളത്തിൽ സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സതീശൻ്റെ അവദാനങ്ങൾ വാഴ്ത്തുന്നതിൽ മത്സരബുദ്ധിയോടെ ഇടപെടുകയായിരുന്നു കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങൾ എന്നത് എല്ലാവരും കണ്ടതാണ്. പ്രതിച്ഛായ നിർമ്മിതിക്ക് മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്നതിൽ നല്ല ധാരണയുള്ള വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ നടത്തിയ ചില പ്രസ്താവനകൾ, ചില പ്രഖ്യാപനങ്ങൾ മാധ്യമങ്ങളുടെ ആവേശം വർദ്ധിപ്പിക്കുകയാണുണ്ടാക്കിയത്. അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളും താനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള ആദ്യത്തെ പ്രസ്താവന നടത്തിയത്. താനൊരു നെഹ്റു അനുയായിയാണ്. കാർട്ടൂണിസ്റ്റ് ശങ്കർ തന്നെ വിമർശിച്ചുകൊണ്ട് ചിത്രം വരയ്ക്കാത്തതിൽ പ്രയാസപ്പെട്ട നെഹ്റുവിൻ്റെ പാതയാണ് താൻ പിന്തുടരുന്നത് എന്ന് മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതിനുശേഷം ഒരു വാർത്താസമ്മേളനത്തിൽ താൻ എത്ര പാവത്തെ പോലെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുന്നു എന്ന് നിഷ്കളങ്കമായി എന്ന് തോന്നുന്ന വിധം പ്രതികരിച്ച് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും പ്രീതി പിടിച്ചു പറ്റാനാകുമോ എന്ന് മുഖ്യമന്ത്രി പരിശ്രമിക്കുകയുണ്ടായി. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം വി ഡി സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില നടപടികളെ സംബന്ധിച്ച് അമിതാവേശത്തോടെ വാർത്തകൾ നൽകുകയും ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും എല്ലാം ചെയ്തതും നമ്മളെല്ലാവരും കണ്ടതാണ്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം എല്ലായ്പ്പോഴും വാർത്താസമ്മേളനം നടത്തുന്ന മുഖ്യമന്ത്രി വന്നിരിക്കുന്നു, സെക്രട്ടേറിയറ്റിൻ്റെ സമരഗേറ്റ് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാ വീണ്ടും തുറന്നിരിക്കുന്നു തുടങ്ങിയ വ്യാജ വാർത്താ നിർമ്മിതികളുമായി കേരളത്തിലെ മാധ്യമങ്ങൾ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. എന്നാൽ നിറം മാറിയാലും നിലാവത്ത് കുറുക്കൻ ഓരിയിടും എന്ന പഴമൊഴി അന്വർത്ഥമാക്കും വിധം ശ്രീ വി ഡി സതീശൻ അധികാരമേറ്റ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ യഥാർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവ സവിശേഷതകളും രീതികളും മറനീക്കി പുറത്തു വരുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത്. കേരളത്തിൽ പ്രമാദമായ വളരെയേറെ കോളിളക്കമുണ്ടാക്കിയൊരു രാഷ്ട്രീയ സംഭവ വികാസത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തേടി കേരളത്തിലെ മാധ്യമങ്ങൾ 13 തവണ മുഖ്യമന്ത്രിയെ സമീപിച്ചു എന്നാണ് ചില മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ ED നടത്തിയ റെയ്ഡിനെ സംബന്ധിച്ചുള്ള കേരള മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് മാധ്യമങ്ങൾ തേടിയത്. 13 തവണയും മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, മാധ്യമങ്ങളെ പരിഹസിച്ച് ചിരിക്കുന്ന വണ്ണം മുഖത്ത് പലവിധത്തിലുള്ള ഭാവവ്യത്യാസങ്ങളും ഭാവാഭിനയവും നടത്തി കടന്നു പോകുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നവരസങ്ങൾ വിരിഞ്ഞു എന്നെല്ലാം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ വിരിഞ്ഞ നവരസങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളെ പരിഹസിച്ചുകൊണ്ടുകൂടിയുള്ളതാണ് എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ബോധ്യമാകാതെ പോയതെന്ത് എന്നൊരു ചോദ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. 13 തവണ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ അവഗണിച്ച മുഖ്യമന്ത്രി ഒടുവിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുകയും ആ വാർത്താ സമ്മേളനത്തിൽ തൻ്റെ മനസ്സിലിരിപ്പ് അദ്ദേഹം അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയും ചെയ്തു.
എപ്പോൾ മറുപടി പറയണം എന്ന് ഞാൻ തീരുമാനിക്കും എന്നാണ് മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞത്. എപ്പോൾ മറുപടി പറയണം എന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങൾ നിരന്തരമായി ചോദ്യങ്ങൾ ഉന്നയിച്ചാലും മറുപടി പറയണം എന്നെനിക്ക് തോന്നിയാൽ മാത്രമേ മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള അസ്വസ്ഥതയും അസ്വാഭാവികതയും കാണാൻ കഴിഞ്ഞില്ല എന്നതും ഒരു പ്രത്യേകതയാണ്. ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഈ ചോദ്യം ആവർത്തിച്ച മുഖ്യമന്ത്രിയുടെ മൗനത്തെക്കുറിച്ചുള്ള ചോദ്യം ആവർത്തിച്ച ഒരു മാധ്യമപ്രവർത്തകയോട് നിങ്ങളിതുവരെ ഇവിടെ ഇരുന്ന് ഉറങ്ങുകയാണോ എന്ന ചോദ്യം മുഖ്യമന്ത്രി തിരിച്ചു ചോദിക്കുകയുണ്ടായി. ഒരു മാധ്യമപ്രവർത്തകയുടെ ചോദ്യത്തിന് നിങ്ങൾ ഉറങ്ങുകയായിരുന്നോ എന്ന ചോദ്യം മറുചോദ്യം ചോദിക്കുകയും ഇറങ്ങിപ്പോവുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ പ്രവൃത്തിയെക്കുറിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അസ്വാഭാവികമായതൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നത് നിഷ്കളങ്കമായി നമുക്ക് കാണാൻ കഴിയുന്നൊരു സംഗതിയല്ല. മുഖ്യമന്ത്രിയുടെ ആ മറുപടിയിൽ ഒരസ്വാഭാവികതയും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് തോന്നിയില്ല. ഏതെങ്കിലും തരത്തിലുള്ള ധാർഷ്ട്യത്തിൻ്റെ അംശം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. ആ മറുപടിയെ ചൊല്ലി കേരളത്തിലെ ഒരു ചാനൽ സ്റ്റുഡിയോയിലും അന്തിച്ചർച്ചയുണ്ടായില്ല. കേരളത്തിലെ ഒരു ദിനപത്രത്തിലും എഡിറ്റോറിയൽ ഉണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൻ്റെ അനൗചിത്യത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന മാധ്യമപ്രവർത്തകരെയും നമുക്ക് കേരളത്തിലെവിടെയും കാണാൻ കഴിഞ്ഞില്ല. ഈ നിലയിൽ കേരളത്തിലെ മാധ്യമങ്ങളോടുള്ള തൻ്റെ സമീപനം ജവഹർലാൽ നെഹ്റുവിനെ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ച് തുടങ്ങിയ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സമീപനം എന്ത് എന്ന് വെളിപ്പെടുത്തുന്ന സംഭാഷണങ്ങളും ഇടപെടലുകളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. ആ വിഷയങ്ങളോടൊന്നും കേരളത്തിലെ മാധ്യമ സമൂഹത്തിന് പ്രത്യേകിച്ച് ഒരു അസ്വാഭാവികതയും തോന്നാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നത് പ്രസക്തമായൊരു ചോദ്യമാണ്. കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു വിഭാഗത്തിന് മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മുന്നണിയോട് വിധേയത്വം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ വിധേയത്വം ഒരടിമത്വത്തിലേക്ക് വഴിമാറരുത് എന്നതാണ് മാധ്യമങ്ങളോടുള്ള വിനീതമായ അഭ്യർത്ഥന. അവസരവാദത്തിൻ്റെയും കാപട്യത്തിൻ്റെയും ആ UDF കാലം കേരളത്തിലേക്ക് വീണ്ടും മടങ്ങി വരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. കേരളത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ രത്തൻ യു ഖേൽക്കർ എന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായി നിയമിച്ചു. ആ നിയമനത്തെ ചൊല്ലി കേരളത്തിൽ വലിയ ചർച്ച ഉയർന്നു വന്നു. ആ ചർച്ചയ്ക്ക് മറുപടിയായി കേരളത്തിലെ മുഖ്യമന്ത്രി ചോദിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആർക്കാണ് പരാതി എന്നതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് BJP ഒഴികെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പരാതി ഉണ്ടായിരുന്നുവെന്ന വസ്തുത ബോധപൂർവം മുഖ്യമന്ത്രി മറക്കുകയാണ്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VD സതീശന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആക്ഷേപമുണ്ടായിരുന്നു. അന്നത്തെ കോൺഗ്രസിൻ്റെ നേതാവ് ഇന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആക്ഷേപമുണ്ടായിരുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആക്ഷേപമുന്നയിക്കുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തത് കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. ആ നിലയിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJP ഒഴികെയുള്ള കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ SIR പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ നിശിതമായി വിമർശിക്കുകയും ആക്ഷേപമുന്നയിക്കുകയും ചെയ്തു എന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. ആ വസ്തുത മറച്ചുവെച്ചുകൊണ്ടാണ് കേരളത്തിൽ ഏതാണ്ട് 20,000-ഓളം വരുന്ന സർക്കാർ ജീവനക്കാർക്ക് വോട്ടവകാശം നിഷേധിച്ചതുൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിലെ വീഴ്ച അത് സംബന്ധിച്ച് ഉയർന്ന ആക്ഷേപങ്ങൾ മറച്ചുവെച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് ആർക്കാണ് പരാതി എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. താനൊരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ് എന്നാണ് ശ്രീ VD സതീശൻ എപ്പോഴും അവകാശപ്പെടുന്നത്. ആ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്ന ചടങ്ങിലാണ്, ആ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് കേരളത്തിൽ ആദ്യമായി വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുന്ന കാഴ്ച നാം കാണുന്നത്. കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു തന്നെ അതിനിശ്ചിതമായി വിമർശിക്കുകയും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത വന്ദേ മാതരത്തിൻ്റെ ഭാഗം കൂടി ചേർത്ത് ആ വന്ദേ മാതരം ആലപിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു ശ്രീ VD സതീശൻ. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും നെഹ്റുവിനെ സ്ഥാനത്തും അസ്ഥാനത്തും ഉദ്ധരിക്കാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്യുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കേരളത്തിൽ ഉയർന്ന വിമർശനങ്ങളോട് പ്രതികരിച്ചത് വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലും എന്നത് താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുമ്പോൾ ചടങ്ങിൽ ഇതേ ഗവർണർ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ
വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചുകൊണ്ടാണ് ആ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടത്തിയത് എന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. ആ ചടങ്ങിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുമ്പോൾ ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന യാഥാർത്ഥ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് അവിശ്വസനീയമായ ഒന്നാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചത് തെറ്റായിപ്പോയി, അതൊരു ശരിയായ നടപടിക്രമമായിരുന്നില്ല എന്ന് പോലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ ശ്രീ വി ഡി സതീശന് സാധിക്കുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. ഈ നിലയിൽ അവസരവാദത്തിൻ്റെയും കാപട്യത്തിൻ്റെയും ആ UDF ഭരണകാലം മടങ്ങി വരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ പാടിപ്പുകഴ്ത്തിയതുപോലെയല്ല മാധ്യമങ്ങളോടും രാഷ്ട്രീയ വിഷയങ്ങളോടുമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സമീപനം എന്ന് വെളിവാക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കടന്നു പോകുന്നത്. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ കൂടുതൽ അനുഭവങ്ങളിലേക്ക് കേരളം സഞ്ചരിക്കുമ്പോൾ ഈ കേരളത്തിൽ ഈ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ കൂടുതൽ വികൃതമായ മുഖം അനാവരണം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരം അനുഭവങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ കേരളം കടന്നുപോകും. ആ കാഴ്ചകൾ കൂടി കേരളീയ പൊതുസമൂഹം കാണേണ്ടി വരും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്.